ഇന്നലെ എന്നെ വിളിച്ച സഹോദരി ചോദിച്ചില്ല, എന്താ കർത്താവേ ഇങ്ങനെ? ദാ വരുന്ന മറുപടി. ഇതിൻ്റെ അകത്ത് അങ്ങനെ ചോദിക്കുന്നവരില്ലേ? രക്ഷിക്കപ്പെട്ട എനിക്ക് എന്തുകൊണ്ടായ പ്രശ്നം? കേട്ടോണം, അതിൻ്റെ വാക്യമാറ്. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പൗലോസിന്റെ വാമൊഴിയാ, അനുഭവിച്ചവൻ പറയുക. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ മണവാട്ടിയായി തീർന്ന നിനക്ക് ഒരു വലിയ സമ്പാദ്യ സ്വർഗത്തുണ്ട് എങ്കിൽ ആ സ്വർഗത്തുണ്ട്. പക്ഷേ അത് നിന്റെ സ്വന്തമാകണമെങ്കിൽ ചില പരീക്ഷണത്തിൻ്റെ അകത്തൂടെ കർത്താവ് നിന്നെ ഒന്ന് വിടും. സ്തോത്രം. സ്നാനപ്പെട്ട നിന്റെ പ്രശ്നം എന്തിനാണെന്നറിയാമോ? ദൈവം നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കെട്ടിടവും നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സമ്പത്തും അതിന് അവകാശിയാവാൻ നീ യോഗ്യതയുള്ളവനാണോ? അത് ദൈവത്തിന് അറിയണം. അതിനൊരു അഗ്നി പരീക്ഷകളാ ഇപ്പോൾ സംഭവിക്കുന്ന സകല പ്രശ്നങ്ങളും. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ അയൽവക്കക്കാരനെ ചീത്ത വിളിക്കുമല്ലായിരുന്നോ? അവർ കൂടോത്രം ചെയ്തുകൊണ്ടാണ് എൻ്റെ കുടുംബം നന്നാകത്തെന്ന്, അല്ലേ? സ്തോത്രം. ഇന്നലെ വരെ നിന്റെ ബന്ധത്തിലുള്ള പലരെയും നീ ചീത്ത വിളിച്ചില്ല. ഇയാൾ കാരണമാണ് ശരിയാകത്തേന്ന്. ഒന്നുമല്ല കുഞ്ഞെ, നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ സ്വർഗത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പാദ്യം, മൊത്ത സമ്പാദ്യത്തിൻ്റെ അവകാശം നീയായി മാറണമെങ്കിൽ നാനാ പരീക്ഷകൾക്കകത്തൂടെ നീ ഒന്ന് കയറി ഇറങ്ങി വിശ്വാസത്തിൻ്റെ പരിശോധന നീ ജയിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത് വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ നല്ലതുപോലെ ചേർത്തടിച്ച് ഇതിനൊരു ഉദാഹരണം പറയുകയാണ്. വാക്യമേല് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വലുത്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വലുതത്രേ. എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഇന്ന് ആലുക്കാസ് ജ്വല്ലറിയിൽ ഇരിക്കുന്ന മനോഹരമായ വളകളും മോതിരവും ആഭരണങ്ങളെല്ലാം അത്ര മനോഹരമായിരിക്കാൻ അതിൻ്റെ പിറകിൽ അതൊരു തീക്കകത്തൂടെ ഇറങ്ങി ശോധന കഴിച്ചത് കൊണ്ടാണ് ആ റിസൾട്ട് ആ സ്വർണത്തിന് കിട്ടിയത്. 916 ആകണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ വിശ്വാസം 916 ആകണോ ആഗ്രഹമുണ്ടോ? തീക്കകത്തൂടെ നീ അത് കയറി ഇറങ്ങണം എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് സ്വസ്ഥത കിട്ടും. ആമേൻ. എൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ അതാണ്, അതിനുവേണ്ടിയാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ ലൈഫ് സ്റ്റൈല് മാറാൻ പോവുക. കരമുയർത്തി എൻ്റെ കർത്താവിന് ഒരു സ്തോത്രം പറയാൻ. നിങ്ങൾ കണ്ടോ, പണ്ട് എൻ്റെ നാട്ടിൽ ഞങ്ങൾ നടന്നു പോകുന്നിടത്തൊരു തട്ടാനുണ്ടായിരുന്നു. LP സ്കൂളിൻ്റെ മുമ്പിൽ. ഇപ്പം അതൊന്നുമില്ല അവിടെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ തട്ടാൻ സ്വർണ്ണമെടുത്ത് തീക്കാത്തിടും. വലിയ ശ്രദ്ധയൊന്നും പുള്ളിക്കില്ല, തീക്കാത്തിടും. പക്ഷേ ഇദ്ദേഹം അതിനെ ഊതി ഊതി തീയുടെ ശക്തി വർദ്ധിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഊതി ഊതി തീയുടെ ശക്തി വർദ്ധിപ്പിക്കും. ഈ സമയം നീ തട്ടാനെ നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിയിരിക്കും, ഊതും. പക്ഷെ അവന്റെ നോട്ടം സ്വർണത്തിന്റെ മുകളിലാണ്. കാരണം ഈ സ്വർണത്തിന്റെ അവസ്ഥ തട്ടാനറിയാം. ചൂട് കൂടിയാൽ ഉരുകിപ്പോകുമെന്ന് തട്ടാനറിയാം. ഉരുകിയാൽ അതിന്റെ അവസ്ഥ മോശമാകുമെന്ന് തട്ടാനറിയാം. ലോകം അവസാനിച്ചാലും ചൂടിന്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തട്ടാന്റെ നോട്ടം താൻ വലിച്ചെറിഞ്ഞ സ്വർണത്തിന്റെ മുകളിലാ. വലിച്ചെറിഞ്ഞത് വളയാണെങ്കിൽ അതിനെ ശോധന ചെയ്ത് ആലുക്കാസ് ജൂവലറിൽ ഇരിക്കത്തക്ക തരത്തിൽ അതിനെ ശുദ്ധിയുള്ള 916 ആക്കിയെടുക്കണമെന്ന് തട്ടാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ചൂട് വർദ്ധിപ്പിച്ചിട്ട് തെക്കോട്ടും വടക്കോട്ടും നോക്കിയിരിക്കുന്നവനല്ല തൊട്ടോൻ. അവന്റെ ശ്രദ്ധ മുഴുവനോ തീക്കാത്ത് കിടന്ന് ഉരുകിക്കൊണ്ടിരിക്കുന്ന സ്വർണത്തിന്റെ മുകളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതങ്ങോട്ട് ഉരുകി വെള്ളം പോലെ ഒഴുകിപ്പോകുന്ന സമയമാകുമ്പോൾ പെട്ടെന്നൊരു കോല് കൊണ്ട് അതിനെ പൊക്കിയെടുത്ത് വെള്ളത്തിലിട്ട് തണുപ്പിക്കും. ആമേൻ. എന്നിട്ട് എടുത്തു വെച്ച് തിരുമും, തുടയ്ക്കും. സ്തോത്രം.
ഇന്ന് നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ കിടക്കുന്ന എല്ലാ ഗോൾഡ് ആഭരണങ്ങളും അങ്ങനെ ചോദന ചെയ്ത് ഭംഗിയാക്കിയത് കൊണ്ടാ നിങ്ങൾ വാങ്ങിച്ചത്. എന്നെ കേട്ടോണം, ഈ സ്വർഗത്ത് യേശു നിനക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന കെട്ടിടവും ഭവനവും ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ആ അവകാശത്തിന് നീ അവകാശിയാകണമെങ്കിൽ ഈ ഭൂമിയിൽ ചില ശോധന നിന്റെ മുകളിൽ വരണം. നിന്റെ മുകളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ അത് ഉരുകിപ്പോകണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടണം. നിങ്ങൾക്കറിയാമോ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അകന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളാണ്. ദൈവമായിട്ട് നിനക്ക് കണക്ട് ആകാൻ പറ്റാത്തത് നിന്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യം കൊണ്ടാണ്. എന്നാൽ ചില പ്രശ്നത്തിൻ്റെ അകത്തൂടെ നിന്നെ കയറ്റി ഇറക്കി വിടുമ്പോൾ അതൊക്കെ ഉരുകി മാറും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ മീഡിയയിൽ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ ദൈവത്തിന് പിടികൊടുക്കാതെ നടക്കുകയാണോ? സ്നാനപ്പെട്ടിട്ട് നീ സ്നാനപ്പെടാത്തവൻ്റെ അവസ്ഥയിൽ നടക്കുകയാണോ? എന്നാൽ ഇന്ന് നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ കത്തിപ്പോകുന്ന ഒരു ദിവസമെന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വസിച്ച് കരമടിച്ച് ഈ ദൂത് ഏറ്റെടുക്കാൻ പറ്റുമോ? നീ എവിടെ ഇരുന്നാലോ, ഏത് ദേശത്താണെങ്കിലും എൻ്റെ ശബ്ദം നിന്റെ ചെവിക്കകത്ത് വന്ന് വീഴുമ്പോൾ അതിൻ്റെ അകത്തോട് ഇറങ്ങി വരുന്ന ദൈവ പവർ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് മാലിന്യങ്ങളെ കത്തിച്ച് നിന്റെ 916 സ്വർണ്ണമാക്കാൻ പോവുകയാണ്. സഹോദരൻ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരി വിശ്വസിക്കുന്നുണ്ടോ? ആ തലയിൽ കൈവച്ചിട്ടൊരു ആമീൻ പറഞ്ഞാട്ടെ. കരങ്ങൾ നല്ലപോലെ അടിച്ച് എൻ്റെ ദൈവത്തിന് നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു തട്ടാൻ ഇത്രമാത്രം താൻ വലിച്ചെറിഞ്ഞ സ്വർണത്തിനോട് ശ്രദ്ധ കാണിക്കുന്നുവെങ്കിൽ അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ നിന്നെ തീക്കകത്ത് വലിച്ചിട്ടാൽ അവൻ്റെ ശ്രദ്ധ നിന്നിൽ നിന്ന് മാറിപ്പോകുമോ? ഇല്ലേ, ഇല്ല. എടാ, ശോധന തന്നത് ദൈവമാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ അകത്ത് കരിഞ്ഞ് ചാമ്പലാകുവാൻ എന്റെ യേശു അനുവദിക്കത്തില്ല. തീക്കകത്ത് കിടന്ന് പൊളയുന്ന നിന്നെ പുറകിൽ നിന്ന് ശ്രദ്ധിക്കുന്ന തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ളൊരു തട്ടാൻ നിനക്കുണ്ട്. ഒരാമയും പറയാൻ പറ്റുമോ? മാറത്ത് പൊൻകച്ചി അണിഞ്ഞ ഒരു തട്ടാൻ നിനക്കുണ്ട്. തലയും തലമുടിയും മഞ്ഞുപോലെ വെളുത്ത ഒരു മനുഷ്യൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഉലയിൽ വെച്ച് കാച്ചതുപോലെ വെള്ളോട്ടിന് സാദൃശ്യമുള്ള കാലുള്ള ഒരുവൻ നിന്റെ പുറകിലുണ്ട്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ഒരുവൻ നിന്റെ പുറകിലുണ്ട്. കുഞ്ഞേ, ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് തകർന്നു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. സ്വർഗം അനുവദിക്കത്തില്ല. നീ കൈവിട്ട് പോകുന്നൊരു സമയമുണ്ടല്ലോ, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സമയമുണ്ടല്ലോ. ആ സമയമാകുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയുടെ പരിപാടി തീരും. നിന്നെ അവൻ കരങ്ങളിലെടുത്ത് നെഞ്ചിലോട്ട് ചേർത്ത് നിർത്തും. വിശ്വസിക്കുന്നവർ മാത്രം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് തന്നെ. അടുത്തത് കേട്ടോണം. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിന് മാനത്തിന് കാരണമായി മാറും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ രണ്ടാമത് യേശു കർത്താവ് വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞിട്ട്. എന്നാൽ അവൻ വരുന്ന എന്തിനാണെന്നറിയാമോ? നിനക്കൊരു മാന്യത തരുവാൻ അവൻ വരുന്നത്. ഓഹോ ഹോ. സ്നാനപ്പെട്ടവർ കരങ്ങൾ നല്ലതുപോലെ തല്ലി പൊട്ടിക്കണം. കയ്യുടെ വെള്ളത്തെ ചോര വരട്ടെ. എടാ, ഇത് വെറുതെയായി പോയിട്ടില്ലെന്നേ. പ്രത്യക്ഷപ്പെടുന്ന യേശു വരുന്നത് നിന്റെ എല്ലാ നിന്ദകളെ മാറ്റി നിന്നെ ഒരു മാന്യ പാത്രമാക്കുവാൻ യേശു രണ്ടാമതും ഇറങ്ങി വരും. അത് വിശ്വസിക്കുന്നവർ നല്ലപോലെ കരങ്ങൾ അടിച്ച് എൻ്റെ കർത്താവിന് ഹല്ലേലൂയ